നമസ്കാരം, നിങ്ങൾക്കെല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഗ്രോ ആപ്ലിക്കേഷനിലൂടെ ഒരു ETF നമ്മൾ ഡെലിവറി ആയിട്ട് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രമാത്രം ഫീസസ് ആണ് ഈടാക്കുന്നത് എന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ പ്രത്യേകത എന്താണ്? ലൈവായിട്ടാണ് കാണിച്ചു തരാൻ പോകുന്നത്, കംപ്ലീറ്റ് ആയിട്ടുള്ള ബ്രോക്കറേജും ഫീസസും കാര്യങ്ങളൊക്കെ. അപ്പം ഇന്ന് ഞാൻ പർച്ചേസ് ചെയ്യുന്നു, അതിനുശേഷം 2 ദിവസം കഴിയുമ്പോൾ സെല്ല് ചെയ്യുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് ഉണ്ടാകുന്ന ട്രാൻസാക്ഷൻ ഫീസും കാര്യങ്ങളും എല്ലാം ലൈവായിട്ട് ഡെമോ ആയിട്ടാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഗ്രോയുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ജൂൺ 3-ാം തീയതിയാണ്. അപ്പം സ്റ്റോക്ക് മാർക്കറ്റ് റണ്ണിങ് ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ച് പർച്ചേസ് ചെയ്യാൻ പോകുന്ന ഒരു ETF. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു അക്കൗണ്ടിലെ ബാലൻസ് നമുക്കൊന്ന് നോക്കാം. 1000 രൂപയാണ് ഈ ഒരു ഡെമോ അക്കൗണ്ടിൽ കിടക്കുന്നത്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് ഒരു ETF ആദ്യം തന്നെ പർച്ചേസ് ചെയ്യാം. അപ്പോൾ അക്കൗണ്ട് ബാലൻസ് എത്രയാണ്? 1000 രൂപ. ഓക്കെ, അപ്പോൾ ഇനി ITBs എന്ന് പറഞ്ഞ ഒരു ETF ആണ് പർച്ചേസ് ചെയ്യുന്നത്. നിപ്പോൺ ഇന്ത്യയുടെയാണ്. അപ്പോൾ നമ്മൾ ബൈ ചെയ്യുന്നു. ഇവിടെ നമ്മൾ മാർക്കറ്റ് ഓർഡറിൽ തന്നെ ഏകദേശം ഒരു 25 ക്വാണ്ടിറ്റിയാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. ടോട്ടലായിട്ട് ഇത് പർച്ചേസ് ചെയ്യുന്നതിന് 875 രൂപയാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് പർച്ചേസ് ചെയ്യാം. ഓർഡർ ഇട്ടിട്ടുണ്ട്, ഓർഡർ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിപ്പോൺ ഇന്ത്യയുടെ നമ്മൾ 25 ഷെയർ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇത് പർച്ചേസ് ചെയ്തിരിക്കുന്ന വാല്യൂ 34.89 എന്ന പ്രൈസിലാണ് നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നാളെ ആകുമ്പോഴത്തേനും ഈ ബൈ ചെയ്തതിന് എത്ര ഫീസ് ഇവർ ഈടാക്കിയിട്ടുണ്ടെന്ന് നമുക്ക് ലൈവായിട്ട് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നാളത്തേക്ക് വെയിറ്റ് ചെയ്യാം. ജൂൺ 4-ാം തീയതിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ നമ്മൾ 3 ജൂണിന് നമ്മൾ ETF പർച്ചേസ് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ എത്രമാത്രം ഫീസസ് ആണ് ഈടാക്കിയെന്ന് നമുക്ക് മുമ്പോട്ട് പോകുമ്പോഴത്തേന് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മൾ പർച്ചേസ് ചെയ്ത വാല്യൂ, ഇന്നലെ പർച്ചേസ് ചെയ്ത വാല്യൂ തന്നെ ഇവിടെ വീണ്ടും കാണാൻ സാധിക്കുന്നുണ്ട്. 872 രൂപ 25 പൈസയ്ക്കാണ് നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. 25 ഷെയറാണ് വാങ്ങിയിരിക്കുന്നത്. നിപ്പോൺ ഇന്ത്യ ETF ആണ് പർച്ചേസ് ചെയ്തത്. അതെല്ലാം കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ടോട്ടലായിട്ട് എത്രയായിരുന്നു നമ്മുടെ അക്കൗണ്ട് ബാലൻസ് ഉണ്ടായിരുന്നത് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത്? 1000 രൂപ. അപ്പോൾ 1000-ൽ നിന്ന് ഈ ഒരു എമൗണ്ട് കുറച്ച് കഴിയുമ്പോഴത്തേനും എത്ര എമൗണ്ട് ആണോ കിട്ടുന്നത് അതാണ് നമ്മുടെ അക്കൗണ്ട് ബാലൻസ് ആയിട്ട് വേണ്ടത്. അപ്പം അതിൻ്റെ അകത്ത് ആ കിട്ടുന്ന വാല്യൂവിനേക്കാളും പിന്നെയും കുറവാണുള്ളതെങ്കിൽ അവിടെയാണ് നമുക്ക് ബ്രോക്കറേജ് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാൻ 1000-ൽ നിന്ന് 1000 രൂപ അക്കൗണ്ട് ബാലൻസ് ഉണ്ടായിരുന്നു ഇന്നലെ. അതിൻ്റെ അകത്ത് 872 രൂപ 25 പൈസയ്ക്ക് നമ്മൾ സ്റ്റോക്ക് ETF വാങ്ങിയിരുന്നു. അപ്പം ബാക്കി എത്ര ഉണ്ടാകണം? 127 രൂപ 75 പൈസയാണ് നമ്മുടെ അക്കൗണ്ട് ബാലൻസ് ആയിട്ട് വേണ്ടത്. അപ്പോൾ നമുക്ക് അക്കൗണ്ട് ബാലൻസ് ഒന്ന് നോക്കാം. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് എത്രയാണ്? 127 രൂപ 20 പൈസയാണ് നമ്മുടെ അക്കൗണ്ടിൽ ബാലൻസ് ഉള്ളൂ. അതായത് ഒരു 55 പൈസ ടോട്ടലായിട്ട് നമുക്ക് ഇന്നലെ പർച്ചേസ് ചെയ്ത സമയത്ത് ബ്രോക്കറേജ് ആയിട്ട് ഈടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബ്രോക്കറേജിൻ്റെ അകത്ത് പല ഘടകങ്ങളായിട്ടാണ് അവർ ഈടാക്കിയിരിക്കുന്നത്. അത് കണ്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമുക്ക് ഓരോ ദിവസം ഓരോ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും അതിൻ്റെ ഒരു കോൺട്രാക്ട് നോട്ട് നമുക്ക് ഇമെയിലായിട്ട് വരുന്നതായിരിക്കും. അതപ്പം ഓപ്പൺ ആക്കി കഴിയുമ്പോഴത്തേനും അത് വ്യക്തമായിട്ട് മനസ്സിലാക്കും. അപ്പോൾ അത് നമുക്ക് ആദ്യം തന്നെ ഓപ്പൺ ആക്കി ഈ ഒരു 55 പൈസ ഏതൊക്കെ രീതിയിലാണ് കട്ടാക്കിയതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ കോൺട്രാക്ട് നോട്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് എന്താണ്? ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിപ്പോൺ ഇന്ത്യ ETF ആണ് നമ്മൾ പർച്ചേസ് ചെയ്ത് NSE എന്ന എക്സ്ചേഞ്ചിൽ നിന്നാണ് പർച്ചേസ് ചെയ്ത്. ബൈ ആണ് ചെയ്തത്, സെൽ അല്ല ചെയ്തത്. ഇന്നലെ നമ്മൾ വാങ്ങി മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ 25 ക്വാണ്ടിറ്റിയാണ് നമ്മൾ വാങ്ങിയത്. അതുപോലെ തന്നെ നമുക്കിവിടെ അതിൻ്റെ പ്രൈസ് 34 രൂപ 89 പൈസയ്ക്കാണ് നമ്മൾ പർച്ചേസ് ചെയ്തത്. 34 രൂപ 89 പൈസയ്ക്കാണ് ഓരോന്നും ആവറേജ് പ്രൈസിന് നമ്മൾ പർച്ചേസ് ചെയ്തത്. ടോട്ടലായിട്ട് 872 രൂപ 25 പൈസയാണ് നമ്മൾ വാങ്ങുന്ന സമയത്ത് കൊടുത്തത്. അപ്പോൾ അതെല്ലാം ക്ലിയറാണ്. അത് തന്നെയാണ് നമ്മൾ വാങ്ങിയത്, എക്സാക്റ്റ് അതുപോലെ തന്നെയാണ്. നമുക്കിനി താഴോട്ട് വന്നു കഴിയുമ്പോഴത്തേനും ഇവിടെ നമുക്ക് ടോട്ടലായിട്ട് എത്രയാണ് നമുക്ക് ബ്രോക്കറേജ് ആയിട്ട് നമുക്ക് ഇവിടെ ഒരു 0.44 പൈസ ഇവിടെ പിടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു 0.03 പൈസ പിടിച്ചിട്ടുണ്ട്. പിന്നെ 0.08 പൈസ പിടിച്ചിട്ടുണ്ട്. എല്ലാം കൂടെ കൂട്ടി ഒരു 55 പൈസ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അത് നമ്മുടെ 872.25 കൂട്ടത്തിൽ 55 പൈസയും കൂടെ കൂട്ടി ടോട്ടലായിട്ട് 872 രൂപ 80 പൈസയാണ് നമുക്ക് ചിലവായത് ഇന്നലത്തെ ഒരു ട്രേഡിൽ. അതായത് ഒരു 55 പൈസ ഇങ്ങനെ 3 രീതിയിലാണ് പിടിച്ചത്. അപ്പോൾ അത് ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു 44 പൈസ പിടിച്ചത് ബ്രോക്കറേജ് എന്ന നിലയിലാണ്, അത് ബ്രോക്കറിന് കൊടുക്കേണ്ട എമൗണ്ടാണ്. അതുപോലെ തന്നെ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻ ചാർജ് ആയിട്ട് പിടിച്ചത് 0.03 പൈസയാണ്. അതുപോലെ തന്നെ സെബി IGST ആയിട്ട് പിടിച്ചിരിക്കുന്നത് എത്രയാണ്? 0.08. ഇത്രയും ഈ 3 കാര്യങ്ങൾ കൂടിയാണ് ആ ഒരു 55 പൈസ നമ്മൾ ബൈയിങ് സൈഡിൽ കൊടുത്തത്. അപ്പോൾ ഇനി നമുക്ക് ഇവരുടെ കണക്കനുസരിച്ച് അപ്പം ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും കൂടെ മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ കുറച്ച് ലെങ്ത് ആയി പോകും. കംപ്ലീറ്റ് ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് കൃത്യമായിട്ട് മനസ്സിലാകുന്നതിന് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ളവരും കൊണ്ട് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവരുടെ വെബ്സൈറ്റിലേക്ക് വന്ന് ഇവരുടെ പ്രൈസിങ് നോക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇക്വിറ്റി ബ്രോക്കറേജ് ഇവർ പറയുന്നത് 20 രൂപ അല്ലെങ്കിൽ 0.05% ഓരോ ഓർഡറിനും.
അപ്പോൾ ഏതാണോ കുറവ് അതാണ് ഈടാക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ 0.05നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിൻ്റെ 0.05% എത്രയാണെന്നൊന്ന് നമുക്ക് കണ്ടുപിടിക്കാം ആദ്യം തന്നെ. അതായത് ഞാനിത് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഏറ്റവും കാൽക്കുലേറ്റ് ചെയ്യാനുള്ള എളുപ്പ വഴിയാണ്. അപ്പം ഈ ഒരു രീതിയിൽ 872 രൂപ 25 പൈസയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത്, അതിൻ്റെ 0.5%. അപ്പോൾ ഇത് കാൽക്കുലേഷൻ എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മൾ ചെയ്ത് 0.05% ആണ് ഈടാക്കുന്നത്. അപ്പോൾ ഇവിടെ എത്രയാണ് 0.436%, അതായത് 43 രൂപ 43 പൈസ സംതിങ്. അപ്പോൾ അത് 6 എന്നുള്ളത് റൗണ്ട് ഫിഗർ ആക്കി 44 പൈസയാണ് അവർ ബ്രോക്കറേജ് ആയിട്ട് ഈടാക്കും എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് വീണ്ടും ഒന്നും കൂടെ പോയി നോക്കാം. ഇവിടെ ബ്രോക്കറേജ് നോക്കുക, 44 പൈസ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമ്മൾ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻ ചാർജ് ആയിട്ട് നമുക്ക് അടുത്ത് നോക്കാം. ഇനി ഇവർ പറയുന്നത് STT സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് ആയിട്ട് ഇക്വിറ്റി ഡെലിവറിയിൽ ബൈ ചെയ്യുന്ന സമയത്തും സെല്ല് ചെയ്യുന്ന സമയത്തും 0.1% പിടിക്കും എന്നാണ് പറഞ്ഞത്. അപ്പം STT ചാർജ് ഇവിടെ പിടിച്ചിട്ടില്ല, അപ്പോൾ 0.00 തന്നെയാണ്. അപ്പോൾ അത് ETF-ൻ്റെ അകത്ത് ഒരുപക്ഷെ ചെറിയ ക്വാണ്ടിറ്റി ആയതുകൊണ്ടായിരിക്കും പിടിച്ചേക്കുന്നത്, അല്ലെങ്കിൽ ETF-ന് ഒരുപക്ഷെ പിടിക്കില്ലായിരിക്കും. അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ പിടിച്ചിട്ടില്ല എന്ന് തന്നെ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഇത് ക്ലിയർ ആകുന്നത് എങ്ങനെയാണ്, നമ്മൾ വലിയ ക്വാണ്ടിറ്റിയിലും കൂടെ ഒരു എൻട്രി എടുക്കും പിന്നീട്. അപ്പം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് നമുക്കൊരു കൃത്യമായിട്ടുള്ളൊരു വ്യൂ കിട്ടും. ചെറിയ ക്വാണ്ടിറ്റി എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഫീസ് പിടിക്കുന്നത്, അതുപോലെ തന്നെ കുറച്ചും കൂടെ വലിയ ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ എൻട്രി എടുക്കുന്നതെങ്കിൽ എങ്ങനെയാണ് ഫീസ് പിടിക്കുന്നതെന്ന് വ്യക്തമായ ഒരു ധാരണയിലിട്ട് വരും. ഓക്കെ, അപ്പം ഇവിടെ STT ചാർജ് പിടിച്ചിട്ടില്ല. ഓക്കെ, അപ്പം അതുപോലെ തന്നെ നമ്മൾ അത് പിടിക്കുന്നത് ഇവർ പറയുന്നത് 0.1% പിടിക്കും എന്നാണ് പറയുന്നത്, പക്ഷേ പിടിച്ചിട്ടില്ല. ഇനി നമ്മൾ സ്റ്റാമ്പ് ഡ്യൂട്ടിയിലേക്ക് വരുമ്പോൾ ഇവർ പറയുന്നത് 0.015% പിടിക്കും എന്നാണ് പറയുന്നത്. ബൈ സൈഡിൽ മാത്രം, സെല്ല് ചെയ്യുമ്പോൾ അല്ല, ബൈ ചെയ്യുന്ന സമയത്ത്. ഇവിടെ സ്റ്റാമ്പ് ഡ്യൂട്ടി പിടിച്ചിട്ടുണ്ടോ? ഇല്ല, സ്റ്റാമ്പ് ഡ്യൂട്ടിയും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, ഇത് 0 ആണ്. സ്റ്റാമ്പ് ഡ്യൂട്ടി നമ്മുടെ പിടിച്ചിട്ടില്ല. ഓക്കെ, ഇനി നമുക്ക് കാണാൻ സാധിക്കുന്നത് എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻ ചാർജ്. അപ്പോൾ നമ്മൾ ബൈ ആൻഡ് സെൽ സൈഡിൽ നമുക്ക് NSE-ലായതുകൊണ്ട് തന്നെ 0.00322% പിടിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ടോട്ടൽ ഇൻവെസ്റ്റഡ് വാല്യൂവിനെ നമുക്ക് 0.0332 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് പെർസെൻറ്റേജ് ആയി കഴിഞ്ഞപ്പം ഇവിടെ നമുക്ക് 0.03% റൗണ്ട് ചെയ്ത് 0.03% ഈടാക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്കിവിടെ നോക്കാം, അത് പിടിച്ചിട്ടുണ്ടോ എന്ന് നോക്കാം. എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻ ചാർജായിട്ട് 0.03 പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതും ക്ലിയറാണ്, വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേനും നമുക്ക് സെബി ടേൺ ഓവർ ചാർജ് ബൈ ആൻഡ് സെൽ സൈഡിൽ 0.0001% പിടിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം പിടിച്ചിട്ടുണ്ടോ എന്ന്. സെബി ടേൺ ഓവർ ഫീസ് നമ്മുടെ പിടിച്ചിട്ടില്ല. ഓക്കെ, വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഇനി നമുക്ക് ഇങ്ങോട്ട് വരുമ്പോഴത്തേനും DP ചാർജസ്. ഇപ്പോൾ DP ചാർജസ് പിടിക്കുന്ന എവിടെയാണ്, അത് സെൽ സൈഡിൽ മാത്രമാണ്. അപ്പോൾ അത് നമ്മളിപ്പോൾ ചെക്ക് ചെയ്തിട്ട് കാര്യമില്ല, അത് നമ്മൾ വിൽക്കുന്ന സമയത്താണ് ചെക്ക് ചെയ്യേണ്ടത്. ഇനി ഇൻവെസ്റ്റർ പ്രൊട്ടക്റ്റഡ് ഫണ്ട് ചാർജ് എന്ന് പറഞ്ഞുകൊണ്ട് IPFT ഒരു ചാർജുണ്ട്, അതും NSE-ൽ 0.001% ആണ് ബൈ ആൻഡ് സെൽ സൈഡിൽ. അപ്പോൾ അതും പിടിച്ചിട്ടുണ്ടോ എന്ന് നോക്കാം. IPFT ചാർജ് ഇതും പിടിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ഇനി പിടിച്ചേക്കുന്ന ചാർജ് ഏതാണ്, IGST, അത് 18% പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഏതിനൊക്കെ മുകളിലാണ്, ബ്രോക്കറേജ്, എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻ ചാർജ്, സെബി ടേൺ ഓവർ ചാർജ്. അപ്പം ഈ ഒരു ബ്രോക്കറേജിൻ്റെയും എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻ ചാർജും രണ്ടും കൂടെ കൂട്ടി, സെബി ടേൺ ഓവർ നമ്മുടെ പിടിച്ചിട്ടില്ല, അതുകൊണ്ടാണ്. അതായത് 44 പൈസയും പിന്നെ 3 പൈസയും കൂടെ ആഡ് ചെയ്തിട്ട് 47 പൈസയാവും. ഈ ഒരു 47 പൈസയുടെ 18% നമുക്ക് IGST ആയിട്ട് പിടിച്ചേക്കുന്നത്. അതാണ് 0.08, അതായത് 8 പൈസ. ഓക്കെ, ഇത് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇതെല്ലാം കൂടെ കൂട്ടി, അതായത് 44 പൈസയും ഈ ഒരു 3 പൈസയും 8 പൈസയും കൂടെ കൂട്ടിയാണ് ടോട്ടലായിട്ട് 55 പൈസ നമുക്ക് ഫീസായിട്ട് ബ്രോക്കറേജ് എല്ലാ കാറ്റഗറിയും കൂടെ കൂടി നമുക്ക് ഫീസ് ഈടാക്കിയിരിക്കുന്നത്. അപ്പം ടോട്ടലായിട്ട് നമ്മുടെ വാല്യൂ എത്രയാണ്, 872.25 പ്ലസ് 55 പൈസ 872.80 പ്ലസ് നമ്മുടെ അക്കൗണ്ട് ബാലൻസ് എത്രയാണ്, 127.20. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടി വീണ്ടും നമ്മൾ 1000 വരുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് എനിക്ക് ബൈ സൈഡ് പറയാനുള്ളൂ. അപ്പോൾ ഇനി 2-3 ദിവസം കഴിയുമ്പോൾ നമ്മൾ ഇത് വിറ്റ് കഴിയുമ്പോഴത്തേനും ബാക്കിയുള്ള ഡീറ്റെയിൽസും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആകത്തുള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് അടുത്ത ദിവസത്തിലേക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ജൂൺ 5-ാം തീയതിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ജൂൺ 5-ാം തീയതി നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ബാലൻസ് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, 127 രൂപ 20 പൈസ തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ ബാലൻസ് ഓക്കെയാണ്. അപ്പം നമുക്ക് 872 രൂപയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത്. ഇപ്പം 883 അത് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഏകദേശം 10 രൂപ പ്രോഫിറ്റിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ വാല്യൂ ഒന്ന് നോക്കാം.
34 രൂപ 89 പൈസയ്ക്കാണ് നമ്മളിത് വാങ്ങിയത്. ഇപ്പം അത് 35 രൂപ 24 പൈസയിലിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് വിറ്റ് കഴിയുമ്പോഴത്തേനും എത്ര പ്രോഫിറ്റാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സെല്ല് കൊടുക്കാം. സെല്ല് കൊടുത്ത് കഴിയുമ്പോഴത്തേനും 25 ക്വാണ്ടിറ്റിയാണുള്ളത്. അപ്പോൾ നമ്മൾ 25 അടിച്ചു കൊടുത്തു. നമ്മൾ മാർക്കറ്റ് പ്രൈസ് എന്നുള്ളത് നമ്മൾ 35 രൂപ 30 പൈസയിലിട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, 35 രൂപ 30 പൈസയിലിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. സെൽ ഓർഡർ പ്ലേസ് ആയിട്ടുണ്ട്. നമുക്ക് ഓർഡർ ഡീറ്റെയിൽസ് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് 35 രൂപ 30 പൈസയ്ക്ക് ഓർഡർ നമ്മുടെ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. നമുക്കിവിടെ ഹോൾഡിങ്സിൽ നോക്കി കഴിയുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് 35 രൂപ 30 പൈസയ്ക്ക് 25 ക്വാണ്ടിറ്റി സെല്ലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ജൂൺ 6-ാം തീയതിയിലേക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ കോൺട്രാക്ട് നോട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ സെല്ല് ചെയ്തതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള കോൺട്രാക്ട് നോട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഈ കോൺട്രാക്ട് നോട്ട് നോക്കി കഴിയുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിപ്പോൺ ഇന്ത്യ NSE സെല്ല് ചെയ്യുകയാണ് ചെയ്ത് 25 ക്വാണ്ടിറ്റിയാണ് സെല്ല് ചെയ്ത് 35 രൂപ 30 പൈസയ്ക്കാണ് നമ്മൾ വിറ്റത്. ടോട്ടലായിട്ട് നമുക്ക് എത്രയാണ് കിട്ടിയത്? 882 രൂപ 50 പൈസയാണ് കിട്ടിയത്. അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ചാർജസ് നമുക്ക് 44 പൈസ നമുക്ക് ബ്രോക്കറേജ് ആയിട്ട് കട്ട് ചെയ്തു. 3 പൈസ നമ്മൾ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻ ആയിട്ട് പോയി. 8 പൈസ നമുക്ക് IGST ആയിട്ട് പോയി. അപ്പോൾ ടോട്ടലായിട്ട് 55 പൈസയാണ് ഇവിടെയും സെല്ലിംഗ് സൈഡിലും പിടിച്ചത്. അതിനൊപ്പം തന്നെ DP ചാർജ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 55 പൈസ പ്ലസ് നമുക്ക് DP ചാർജ് ആയിട്ട് 15 രൂപ 93 രൂപയും കൂടെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ DP ചാർജ് 15 രൂപ 93 പൈസയും കൂടെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ടോട്ടലായിട്ട് നമുക്ക് പിടിച്ചത് 16 രൂപ 48 പൈസയാണ് പിടിച്ചത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ 866 രൂപ 2 പൈസയാണ് നമുക്ക് തിരിച്ചു കയറിയത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കേണ്ടതായിട്ടുണ്ട്. $882.50 മൈനസ് 866.02 16 രൂപ 48 പൈസയാണ് നമുക്ക് ട്രാൻസാക്ഷൻ ചാർജ് ആയിട്ട് പിടിച്ചത്. അതായത് ഇത് വിറ്റ വില, ഇത് ബാലൻസ് തിരിച്ച് നമ്മുടെ ഗ്രോയിലേക്ക് തിരിച്ചു വന്ന എമൗണ്ട്. അപ്പം ഇത്രയും ട്രാൻസാക്ഷൻ ചാർജാണ് പിടിച്ചത്. ഓക്കെ, അപ്പോൾ അത് കൃത്യമാണ്. ട്രാൻസാക്ഷൻ ചാർജ് എല്ലാം അവർ കോൺട്രാക്ട് നോട്ടിൽ തന്നതുപോലെ തന്നെയാണ് പിടിച്ചേക്കുന്നത്. അതെല്ലാം ക്ലിയർ ആണ്. ഓക്കെ, അപ്പം ഇത് നമ്മുടെ ബാലൻസും കൂടെ ഒന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് 866 രൂപ 2 പൈസയാണ് ഇപ്പോൾ തിരിച്ചു കയറിയത്. അതിനൊപ്പം തന്നെ നമുക്ക് നേരത്തെ നമ്മുടെ കയ്യിൽ എത്ര രൂപ ഉണ്ടായിരുന്നു? 127 രൂപ 2 പൈസയും കൂടെ ഉണ്ടായിരുന്നു. 127 രൂപ 20 പൈസ. ഓക്കെ, അപ്പം അത് 127.20 പ്ലസ് 866.02. അപ്പോൾ 993 രൂപ 22 പൈസയാണ് നമുക്ക് ഈ ഒരു കംപ്ലീറ്റ് ട്രാൻസാക്ഷൻ കഴിയുമ്പോഴത്തേനും നമ്മുടെ ഗ്രോയിൽ അക്കൗണ്ടിൽ ബാലൻസ് വേണ്ടത്. ഓക്കെ, നമുക്കതൊന്ന് ചെക്ക് ചെയ്യാം. 993 രൂപ 22 പൈസ ഉണ്ട്. അപ്പോൾ കാൽക്കുലേഷൻസ് എല്ലാം ക്ലിയർ ആണ്. ഇവിടെ മൈനസിലേക്ക് പോകാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രോഫിറ്റ് ഒന്നും എടുക്കാതെയാണ്, അതായത് ഒരു 1.5% കയറി കഴിഞ്ഞപ്പോൾ തന്നെ ജസ്റ്റ് ഒരു ഡെമോ ആയിട്ട് കാണിച്ചു തരാൻ വേണ്ടിയാണ് നമ്മൾ വിറ്റത്. അപ്പം നമ്മൾ ചെറിയ എമൗണ്ടിൽ ചെറിയ 10 രൂപ 12 രൂപ പ്രോഫിറ്റിൽ നമ്മൾ വിറ്റത് കൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് ട്രാൻസാക്ഷൻ ചാർജ് അതിൽ കൂടുതൽ പിടിച്ചു. അതായത് സെല്ല് ചെയ്ത സമയത്ത് 16 രൂപ 48 പൈസയും ബൈ ചെയ്ത സമയത്ത് 0.55, അതായത് ഏകദേശം ടോട്ടൽ എല്ലാം കൂടെ കൂട്ടി 17 രൂപ അടുത്ത് ടോട്ടൽ ട്രാൻസാക്ഷൻ ബൈയും സെല്ലും ആയിട്ട് പിടിച്ചു. ഇതൊരു ചെറിയ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെയാണ് ഇത്രയും ട്രാൻസാക്ഷൻ ചാർജ് പിടിച്ചത്. ഇത് നമ്മുടെ ഒരുപാട് ക്വാണ്ടിറ്റീസാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. അതനുസരിച്ച് ഈ ഒരു ട്രാൻസാക്ഷൻ ചാർജ് കൂടുതൽ വരും. കാരണം ബ്രോക്കറേജൊക്കെ അതനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നതനുസരിച്ച് ഇത് കൂടി പോകും ട്രാൻസാക്ഷൻ ചാർജ്. അപ്പോൾ ഇത് ഒരുപാട് വലിയ ട്രാൻസാക്ഷൻ ചാർജ് അല്ല, എങ്കിലും കൃത്യമായിട്ട് മനസ്സിലാകുന്നതിന് വേണ്ടിയാണ് ഓരോ ദിവസം 1 by 1 ആയിട്ട് എടുത്ത് കാൽക്കുലേറ്റ് ചെയ്ത് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് എൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഡെലിവറിയിലാണ് എടുത്തത്. അതായത് ഒരു ദിവസം വാങ്ങിയതിന് ശേഷം ഹോൾഡ് ചെയ്ത് 1, 2 അല്ലെങ്കിൽ 5, 10 അല്ലെങ്കിൽ 1 മാസം 2 മാസം കൂടി കഴിയുമ്പോൾ നമ്മൾ വിൽക്കുമ്പോൾ നമുക്ക് എത്ര ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാകുന്നു, എത്ര പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നു, അതിൻ്റെ മുകളിൽ 10% ടാക്സ് പിടിക്കും. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിന്. അതുപോലെ തന്നെ 1 വർഷത്തിൽ കൂടുതലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നതെങ്കിൽ അതിന് മുകളിൽ ആദ്യത്തെ 1 ലക്ഷം രൂപയ്ക്ക് പ്രോഫിറ്റിന് നമുക്ക് ടാക്സ് ഒന്നും പിടിക്കത്തില്ല. 1 ലക്ഷം രൂപ കഴിഞ്ഞിട്ട് വരുന്ന പൈസയ്ക്ക് നമുക്ക് 10% ടാക്സ് പിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതും കൂടെ മനസ്സിലാക്കുക. അതിന് മുകളിൽ പ്രോഫിറ്റിന് മുകളിൽ ലോങ് ടൈമിലാണെങ്കിൽ 1 വർഷത്തിൽ കൂടുതലാണെങ്കിൽ 10% ടാക്സും ക്യാപിറ്റൽ ഗെയിനിന് മുകളിൽ, ഷോർട്ട് ടൈമിലാണെങ്കിൽ 15% ക്യാപിറ്റൽ ഗെയിനിന് മുകളിൽ ടാക്സ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ടോട്ടലായിട്ട് ഇതിൻ്റെ അകത്ത് പറയാനുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഈ ട്രാൻസാക്ഷൻ ചാർജും കൂടെ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ETF ഷോപ്പ് എന്ന് പറഞ്ഞൊരു സ്ട്രാറ്റജി, ETF ഷോപ്പ്. ഇപ്പോൾ ETF എന്താണ്? ഒരു ബാസ്ക്കറ്റാണ്.
പല പല ETF നമ്മുടെ മാർക്കറ്റിലുണ്ട്. ആ ഓരോ ETF ബാസ്ക്കറ്റ് മേടിച്ച് നമ്മളൊരു കട തുടങ്ങുന്ന രീതിയിൽ ETF ഷോപ്പ് എന്ന് പറഞ്ഞൊരു സ്ട്രാറ്റജി ഉണ്ട്. വളരെ മനോഹരമായിട്ടുള്ള സ്ട്രാറ്റജിയാണ്. നമുക്ക് പാർട്ട് ടൈം ആയിട്ട് വളരെ നിസ്സാരമായിട്ട് ഒരു ദിവസം 5 അല്ലെങ്കിൽ 10 മിനിറ്റ് മാക്സിമം എടുത്ത് നമുക്ക് മാനേജ് ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഓപ്പൺ ആക്കുക. അവിടെ വാട്സപ്പ് ലിങ്ക് തരും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഒരു ഗ്രൂപ്പിലേക്ക് ആഡ് ആകുന്നതായിരിക്കും. ആ ഒരു ഗ്രൂപ്പിൽ നമുക്ക് വന്ന് ലൈവായിട്ട് പഠിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഒരിക്കലും റെക്കോർഡഡ് സെക്ഷൻസ് അല്ല. വാട്സപ്പ് കോൺഫറൻസ് കോളിൽ ഓരോന്നും 1 by 1 ആയിട്ട് പഠിപ്പിച്ച് തരും. അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റിൽ കൃത്യമായിട്ട് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും വരിക, പഠിക്കുക. ഒരുപാട് നല്ലൊരു മെത്തേഡാണ്. ഒരു ഗൂഗിൾ ഷീറ്റും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യും. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് പർച്ചേസ് ചെയ്യണം, എത്ര ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. വളരെ ഉപകാരപ്രദമായിട്ടുള്ളതാണ്. ഒന്ന് നമുക്ക് പറയാം, ഒരു അഡ്വാൻസ്ഡ് SIP മോഡൽ ആണ് ആ ഒരു ETF ഷോപ്പ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും വരിക, പഠിക്കുക, താല്പര്യമുള്ളവർ. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ട്രാൻസാക്ഷൻ ചാർജസ് ഒന്ന് കമ്പയർ ചെയ്യാം. ഓക്കെ, ആദ്യം തന്നെ ഇവിടെ ബ്രോക്കറേജ് ബൈ ചെയ്യുന്ന സമയത്തും സെല്ല് ചെയ്യുന്ന സമയത്തും 0.05% അല്ലെങ്കിൽ 20 രൂപ പെർ ഓർഡറിൽ ഈടാക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇതൊരു ചെറിയൊരു ക്വാണ്ടിറ്റി വെച്ചാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് ചെറിയ ബ്രോക്കറേജാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുള്ളൂ. ക്വാണ്ടിറ്റി വലുതാകുന്നതനുസരിച്ച് അവിടെ 20 രൂപ ബ്രോക്കറേജിലേക്കൊക്കെ പോകും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കഴിയുമ്പം നിങ്ങൾക്ക് ഈ ഒരു ഗ്രോ ആപ്ലിക്കേഷൻ്റെ തന്നെ ETF ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു 50,000 അല്ലെങ്കിൽ 1 ലക്ഷം ഒക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ എത്ര ബ്രോക്കറേജ് ആകും എന്ന് നിങ്ങൾക്ക് പഠിക്കാനോ അല്ലെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എത്ര കമൻറ്റ് ചെയ്യുമെന്ന് വെച്ചാണ് എനിക്കൊരു 20-30 പേര് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഇച്ചിരി കൂടെ കൂടിയ ഒരു വലിയൊരു എമൗണ്ടിന് ETF വാങ്ങിയതിന് ശേഷം വിൽക്കുമ്പോൾ കൃത്യമായിട്ട് വീണ്ടും ഒന്നും കൂടെ കാൽക്കുലേഷൻ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പം അതുപോലെ തന്നെ അപ്സ്റ്റോക്സിൻ്റെ ബ്രോക്കറേജ് ഇതുപോലെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ പറയുക. അതുപോലെ തന്നെ സെറോദയുടെ ഏഞ്ചൽ വണ്ണിൻ്റെ. അപ്പം നിങ്ങൾ കമൻറ്റിൽ ഏത് കൂടുതൽ കമൻറ്റ് ചെയ്യുന്നോ അതനുസരിച്ചായിരിക്കും ഞാൻ അടുത്ത വീഡിയോ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കമൻറ്റുകൾക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇനി നമ്മൾ 0.05 ആണ് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ 882 രൂപ 50 പൈസയുടെ 0.05% എന്ന് പറഞ്ഞാൽ 44 പൈസയാണ് ബ്രോക്കറേജ് ആയിട്ട് ഈടാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്വാണ്ടിറ്റി നമ്മൾ ഒത്തിരി പ്രോഫിറ്റിലാണ് വിൽക്കുന്നത് അല്ലെങ്കിൽ വലിയൊരു എമൗണ്ടിലാണ് വിൽക്കുന്നതെങ്കിൽ അത് 20 രൂപയാണ് മാക്സിമം ഈടാക്കുന്നതെന്ന് മനസ്സിലാക്കുക. അതല്ല ഒരു മീഡിയം റേഞ്ചിലൊക്കെയാണ് വിൽക്കുന്നതെങ്കിൽ അത് 20-നും 0-നും 20-നും ഇടയ്ക്ക് നിൽക്കുന്ന വാല്യൂ ആയിരിക്കും ബ്രോക്കറേജ് ആയിട്ട് ഈടാക്കുന്നത്. അപ്പോൾ ബൈ സൈഡിലും സെൽ സൈഡിലും പിടിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ബ്രോക്കറേജ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻ ചാർജ് ആയിട്ട് നമുക്ക് ആദ്യം തന്നെ ഇവിടെ STT സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ചാർജ് ഇവിടെ ബൈ ആൻഡ് സെൽ സൈഡിൽ 0.1% പറയുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ തന്നെ STT പിടിക്കുന്നുണ്ടെന്ന് നോക്കാം. ഇവിടെ STT പിടിച്ചിട്ടില്ല, 0 ആണ് കാണിക്കുന്നത്. ഓക്കെ, ഒരു പക്ഷേ അത് ചെറിയ എമൗണ്ട് ആയതുകൊണ്ടായിരിക്കും, ചിലപ്പോൾ വലിയ എമൗണ്ടിൽ പിടിച്ചേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് STT പിടിച്ചിട്ടില്ല ഏതായാലും. ഇനി സ്റ്റാമ്പ് ഡ്യൂട്ടി നമുക്ക് 0.015, അത് ബൈ സൈഡിൽ മാത്രമേ ഉള്ളൂ, സെൽ സൈഡിൽ പിടിക്കില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് സെൽ സൈഡിൽ പിടിച്ചിട്ടുണ്ടോ നോക്കാം. സ്റ്റാമ്പ് ഡ്യൂട്ടി സെൽ സൈഡിൽ പിടിച്ചിട്ടില്ല. ഓക്കെ, ഇനി നമുക്ക് എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻ ചാർജ് 0.22%, അത് ബൈ ആൻഡ് സെൽ സൈഡിലും പിടിക്കും. നമുക്ക് എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻ ചാർജ് നമുക്ക് അവിടെ 3 പൈസ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബൈ സൈഡിലും 3 പൈസ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് സെബി ടേൺ ഓവർ ചാർജ് ഇവിടെ ബൈ ആൻഡ് സെൽ സൈഡിൽ പിടിക്കുന്നുണ്ട് 0.001%. അപ്പോൾ സെബി ടേൺ ഓവർ ഫീസ് ഇവിടെ ഈടാക്കിയിട്ടില്ല. അത് ഒത്തിരി ചെറിയ എമൗണ്ട് ആയതുകൊണ്ടായിരിക്കും അത് ഈടാക്കാത്തത്. ഇവിടെ DP ചാർജ് നമുക്ക് പിടിക്കുന്നുണ്ട്, അത് സെൽ സൈഡിൽ മാത്രമാണ് പിടിക്കുന്നത്. അപ്പോൾ രണ്ടിടത്തായിട്ടാണ് പോകുന്നത്. ഒന്ന് 5 പൈസ ഡെപ്പോസിറ്ററി CDSLലേക്കും അതുപോലെ തന്നെ ഗ്രോയിലേക്ക് 8 രൂപയാണ് പോകുന്നത്. ടോട്ടലായിട്ട് 13 രൂപ 13.50 പൈസയാണ് 13 രൂപ 50 പൈസയാണ് പോകുന്നത്. ഇവിടെ DP ചാർജായിട്ട് 13 രൂപ 50 പൈസ പോയിട്ടുണ്ട്. അതിന് മുകളിൽ 2 രൂപ 43 രൂപ IGST ആയിട്ടും പിടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇത് സെൽ സൈഡിൽ ഫിക്സ് ആണ്. DP ചാർജസ് പെർ കമ്പനി, ഓരോ കമ്പനിക്കും അനുസരിച്ച് DP ചാർജ് ഇത്രയും തന്നെ പിടിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ ഫണ്ട് ട്രസ്റ്റ് ഇവിടെ പിടിക്കുന്നുണ്ട് ബൈ ആൻഡ് സെൽ സൈഡിൽ. അപ്പം അതും ഒരു ചെറിയൊരു പെർസെൻറ്റേജാണ്, 0.0001%. അപ്പം അതും ഇവിടെ IPFT ഇവിടെ പിടിച്ചിട്ടില്ല. ഓക്കെ, ഇത്തരം ചാർജസ് ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ ചില ചാർജസ് വളരെ ചെറിയ ചാർജസ് ആണ്. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഈ ചെറിയ ക്വാണ്ടിറ്റിയിൽ പിടിച്ചത് നമുക്ക് കാണാത്തത്. ഇത് കണ്ടോ, ഇത് ചെറിയൊരു ഇതാണ്, ഇത് വളരെ ചെറുതാണ്, ഇതും ഒക്കെ ചെറുതാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ നമുക്ക് ഈ ഒരു ട്രാൻസാക്ഷനിൽ കാണാൻ പറ്റാത്തത്. ഒരുപക്ഷെ വലിയ ക്വാണ്ടിറ്റിയിൽ എൻട്രി എടുക്കുന്നതനുസരിച്ച് ഇതൊക്കെ പിടിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം വലിയൊരു എമൗണ്ടിലും
ഇങ്ങനെ വീഡിയോ വേണമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ് അനുസരിച്ച് കൂടുതൽ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഗ്രോ എന്ന ബ്രോക്കറിൽ ETF നമ്മൾ ഡെലിവറി ആയിട്ട്, അതായത് ഒരു ദിവസം പർച്ചേസ് ചെയ്തതിന് ശേഷം അന്ന് വിൽക്കുന്നതിനല്ല ഡെലിവറി എന്ന് പറയുന്നത്, 2 3 ദിവസം കഴിഞ്ഞിട്ട് വിൽക്കുന്നതിനാണ് ഡെലിവറി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ 1 2 3 മാസം അല്ലെങ്കിൽ 4 5 മാസം അല്ലെങ്കിൽ 1 2 വർഷം കഴിയുമ്പോൾ വിൽക്കുന്നതിനാണ് ഡെലിവറി എന്ന് പറയുന്നത്. ഡെലിവറി ആയിട്ടാണ് നമ്മൾ ഒരെണ്ണം വിൽക്കുന്നതെങ്കിൽ അതിൻ്റെ അത് വരുന്ന ബ്രോക്കറേജും ഫീസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണിച്ചത്. അപ്പോൾ വീഡിയോ കുറച്ച് ലെങ്ത് ആയി പോകുന്നുണ്ട്, കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. ഇത് വ്യക്തമായിട്ട് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് എന്ത് വീഡിയോ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുക. ബാക്കിയുള്ള ബ്രോക്കറേജ്, ബാക്കിയുള്ള കമ്പനികളുടെ ബ്രോക്കറേജും കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാനിപ്പം ഗ്രോയുടെ മാത്രം ഒരു സാമ്പിളായിട്ട് ചെയ്തു എന്നുള്ളൂ, ഒരു ഡെമോ ആയിട്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഒരുപാട് ഉപകാരപ്രദമായിരുന്നു. ഞാനപ്പോൾ ഒത്തിരി എഫോർട്ട് എടുത്തിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ETF ഷോപ്പ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ലഭിക്കും. വാട്സപ്പിൻ്റെ ലിങ്കാണ്, വന്ന് ജോയിൻ ചെയ്യുക, കാര്യങ്ങൾ മനസ്സിലാക്കുക, താല്പര്യം പഠിക്കാം, മുമ്പോട്ട് പോകാം. നല്ല ഒരു മെത്തേഡാണ്, ഞാൻ പേഴ്സണലി ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഓക്കെ, താങ്ക് യു.